കേരളത്തിലെ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത് ഉപദ്രവിച്ച് ജാമ്യം പോലും നൽകാതെ അകത്തിട്ട് കഷ്ടപ്പെടുത്തിയപ്പോൾ കേരളം ഭരിക്കുന്ന CPM-ഉം കേന്ദ്രം ഭരിക്കുന്ന BJP-യും പരസ്പരം പഴിചാരി പച്ചക്കള്ളം പറയുമ്പോഴും പ്രായോഗികമായി പണിയെടുത്ത് വിജയത്തിനരികിലെത്തിച്ചത് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF MP-മാരാണ്. ഇന്ന് രാവിലെ വരെ കന്യാസ്ത്രീകൾ ചെയ്തത് മോശമാണെന്നും അവർ ശിക്ഷ അർഹിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഛത്തീസ്ഗഡിലെ BJP മുഖ്യമന്ത്രിയെ നിലപാട് മാറ്റിച്ച് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം ലഭിക്കുന്ന ഏർപ്പാട് ചെയ്യുന്ന തരത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് UDF MP-മാരുടെ പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ്. പാവം കന്യാസ്ത്രീകൾക്കായി ലോകസഭയിൽ തകർത്താടിയ KC വേണുഗോപാലിന്റെ ഉശിരും ഉത്സാഹവും ഏറ്റുപിടിച്ച മറ്റ് MP-മാർക്കും വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു കടന്നുപോയത്. മണിപ്പൂരിൽ 2.5 വർഷമായി തുടരുന്ന ക്രൈസ്തവ ദ്രോഹം ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി എന്ന ഒരാൾ മാത്രം. അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നത് KC വേണുഗോപാൽ മാത്രമായിരുന്നു. ക്രിസ്തുമസിനും ഈസ്റ്ററിനും അപ്പവും കേക്കും വീഞ്ഞുമായി ബിഷപ്പുമാരുടെ അരവന നിരങ്ങുന്നവർ മാത്രം ശീലിച്ച കേരളത്തിലെ BJP നേതാക്കൾ ഛത്തീസ്ഗഡിലെ സംഘപരിവാറിനൊപ്പം നിന്ന് പാവം കന്യാസ്ത്രീകളെ വേട്ടയാടിയപ്പോഴും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നത് കോൺഗ്രസ് സഖ്യം മാത്രമാണ്. അവിടെയും KC ആണ് മുന്നിൽ നിന്ന് നയിച്ചത്.